ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1586 ദിവസമായ ഇന്ന് 2025 സെപ്റ്റംബർ മാസം 17 ബുധനാഴ്ച, 1201 കന്നിമാസം 1 ഗുരുവചനങ്ങളിലൂടെ ഉൾഭാഗത്ത് സൂര്യപ്രകാശവും ശുദ്ധവായുവും കടക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുക. ശുചിത്വമില്ലാത്ത വസ്തുക്കളെ ഉപേക്ഷിക്കുക. എല്ലായിടവും നിത്യേന തൂത്തുവെടിപ്പാക്കുക. പരിസരങ്ങളിൽ മലമൂത്ര വിസർജനമില്ലാതിരിക്കുക. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പരിമള വസ്തുക്കൾ പുകയ്ക്കുക. ഇവയാറും ഗൃഹശുദ്ധിയെ നൽകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ചെണ്ടമേളവും നിഗൂഢവചസ്സും എന്ന് വിവരിക്കുന്നതിൻ്റെ 32 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരു അതിനകം തന്നെ പല സൂക്ഷ്മതത്വങ്ങളും ഈ ലേഖകനെ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായ കാരുണ്യവർഷം പോലെയാണത് നടന്നു പോകുന്നത്. ചോദ്യമൊന്നും അങ്ങോട്ട് ചോദിക്കാൻ ശിഷ്യൻ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഇനിയൊരിക്കൽ ഒരവസരം കിട്ടാതെ വന്നെങ്കിലോ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. ഗുരുവിൽ നിന്നുണ്ടാകുന്ന ഖണ്ഡിതമായ ഒരു ഉത്തരം വളരെ വിലപ്പെട്ടതാണെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു. അങ്ങനെ പതിവുള്ള മൗനം ഈ ലേഖകൻ ഭഞ്ജിച്ചു. ഗുരു തന്നെ എഴുതിയ ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യക്തമായി കിട്ടാനുള്ളതായിരുന്നു ചോദ്യം. ശ്ലോകം ഇതാണ്: അഴലെഴുമഞ്ചിതളാർന്നു 2 തട്ടായി ചുഴലുമനാദി വിളക്ക് തൂക്കി ആത്മാനിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തി വൃത്തിയത്രേ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.